ഈ വാർത്ത കോൺഗ്രസ് ഇപ്പൊ പുറത്തുവിട്ടിട്ടേ ഉള്ളൂ. ഇടതുപക്ഷ മുന്നണി വ്യക്തമായി എന്താണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നെനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ TV കാണുന്ന ഒരു അകലത്തിലല്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരിൽ മത്സരിക്കുക എന്നുള്ളത് അതിന്റെ നിർബന്ധമായ കാര്യമാണ്. ഇവിടെ ഇപ്പോ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഒരു വാർത്തയുടെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി മാറിയാൽ പകരം മറ്റ് സ്ഥാനാർത്ഥികൾ വരുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ കോൺഗ്രസിനകത്ത് ആ കാര്യത്തിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്, ആർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളതിന്റെ പേരിൽ. അതുകൊണ്ടുള്ള അതിനൊരു പരിഹാരം കൂടി ആയിരിക്കാം പ്രിയങ്ക ഗാന്ധി വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSനെ അധികാരത്തിൽ നിന്ന് നീക്കുക എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP യുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റാനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. RSSന്റെ പരിപാടികളാണ് അവർ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ചയും രാമക്ഷേത്ര നിർമ്മാണവും. ഞാൻ ആ വിഷയം തന്നെ എടുത്ത് പറയാനുള്ള കാരണം, ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല, അത് എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. മാത്രമല്ല, രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് തന്റെ വിഹിതമായി 3 പ്രത്യേകം പൂജിച്ച വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ച ഒരാൾ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. അത് കോൺഗ്രസിന്റെ നിലപാടും അക്കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ UPയിൽ കണ്ടിട്ടുള്ളത്, ഇതേ രാമക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തെ മതേതരവാദികൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച BJPയെ തോൽപ്പിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു അവരെടുത്തിരുന്ന നിലപാട്, ആ നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉള്ളത്. എന്റെ അച്ഛന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് രാമക്ഷേത്രം എന്ന് പറഞ്ഞതിൽ പ്രിയങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ മതേതര ചോദ്യത്തെ പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ അവസ്ഥയല്ല. കാരണം ഈ തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്. നേരത്തെ രാഹുൽ ഗാന്ധി ജയിച്ചിരുന്ന വയനാട് മണ്ഡലത്തിൽ ഇത്തവണ UDFന്റെ തരംഗമുണ്ടായി കേരളത്തിൽ എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ UDFന് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധി